ഇത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായ മലയാളി രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ 10 മണിവരെ പൊതുദർശനമുണ്ട്. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വേദനയോടുകൂടി രഞ്ജിതയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെയായി ജീവിച്ച രഞ്ജിത ഇങ്ങനെയൊരു മടങ്ങിവരവുണ്ടാകും എന്ന നാട്ടുകാർ കരുതിയിരുന്നില്ല. AB ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇന്നലെയാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സർക്കാർ മൃതദേഹം സ്വീകരിച്ചു. പിന്നീട് ഇപ്പോഴിതാ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിവരങ്ങൾ എന്താണ് ജയശങ്കർ? അതായത് റിജിത, പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിലേക്കാണ് ഇപ്പോൾ രഞ്ജിതയുടെ ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായി മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മൃതദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് ആംബുലൻസിൽ എത്തിച്ച മൃതദേഹം നിലവിൽ പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിലാണ് നിലവിൽ എത്തിച്ചിരിക്കുന്നത്. സ്കൂളിൽ ആയിരിക്കും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി VN വാസവൻ ഇവിടെ എത്തിക്കൊണ്ട് ഭൗതികദേഹത്തിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും സ്കൂളിലെത്തി ഇത്തരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കും. ഇവിടെ തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവസാനമായി രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണം നിലവിൽ ഒരുക്കി നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം തന്നെ NSS കരയോഗവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമാണ് ഈ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ നിലവിൽ പ്രവേശനം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. മാധ്യമങ്ങൾ ഉൾപ്പെടെ വീട്ടിലേക്ക് വരരുതെന്നൊരു നിർദ്ദേശം കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മക്കളും ഒപ്പം രഞ്ജിതയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുകയും ചെയ്യും. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് എന്തായാലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 മണിയോടുകൂടി മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അരമണിക്കൂർ നേരത്തെ 9:00 തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഈ ആംബുലൻസിൽ നിന്ന് മൃതദേഹം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരുൾപ്പെടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. വലിയൊരു ഈ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ എത്തി വിവേകാനന്ദ സ്കൂളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2:30 വരെയാണ് ഇവിടെ നിലവിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ പരമാവധി ആളുകൾ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കണമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മൃതദേഹം 2:00 കൊണ്ടുപോവുകയും വീട്ടിൽ പണി തീരാത്ത രഞ്ജിതയുടെ സ്വപ്നമായ സ്വപ്നഭവനത്തിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം അവിടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സൗകര്യമൊരുക്കും. അതിനുശേഷം വൈകിട്ട് 4:00 സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീട്ടിൽ തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ ദുഃഖമുണ്ടായൊരു മരണമാണ് രഞ്ജിതയുടെ. കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടാകുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ രഞ്ജിത അപകടത്തിൽപ്പെടുന്നു. അപകടത്തിൽ ജീവൻ തന്നെ നഷ്ടമാവുന്നു എന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. 2 മക്കളാണ് രഞ്ജിതയ്ക്കുള്ള. 2 മക്കളെ വളർത്തുവാനും ഒപ്പം തന്നെ വീട് പണി പൂർത്തിയാക്കും. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളോടുകൂടി വിദേശത്തേക്ക് പോയൊരു പെൺകുട്ടിയാണ്. ഈയിടെ ഈ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട ദീർഘാവധി പുതുക്കുന്നതിന് വേണ്ടിയാണ് നാട്ടിലെത്തിയത്. അവധി കഴിഞ്ഞ് 4 ദിവസത്തിനുള്ളിൽ വിദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. ആ മടക്കയാത്രയിലാണ് ഇത്തരത്തിൽ ഒരു മരണം രഞ്ജിതയെ തേടിയെത്തിയത്. ഒരുപാട് സ്വപ്നങ്ങളുമായി ചിരിച്ച് എന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന രഞ്ജിതയായിരുന്നു. പക്ഷേ ഇന്ന് ചേതനയേറ്റ രഞ്ജിതയുടെ ഭൗതികദേഹമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബന്ധുക്കൾക്കും ഒപ്പം തന്നെ മറ്റുള്ളവർക്കൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ ഒരു വേദന, വിരഹം ഒക്കെ തന്നെ ഇവിടെയുണ്ട്. നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വേദന ഈ നാട്ടുകാർക്കുണ്ട്. കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി 2 മക്കളെ വളർത്തി. മൂത്ത മകൻ 10ാം ക്ലാസ്സിലാണ്, ഇളയ മകൾ 7ാം ക്ലാസ്സിലാണ്. ഒപ്പം തന്നെ സ്വന്തമായൊരു വീട് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആ വീടിൻ്റെ പണികൾ 80% പൂർത്തിയാക്കി ഈ മാസം പാലുകാച്ചൽ നടത്തി 2 മാസത്തിനുള്ളിൽ ഗൃഹപ്രവേശനം നടത്താനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അപകടം എന്തായാലും രഞ്ജിതയെ ജീവൻ കവർന്ന ആ ഒരു വേദന, ആ ഒരു ദുഃഖം എല്ലാവർക്കും ഉണ്ട്. ക്യാൻസർ രോഗിയായ അമ്മയാണ് നിലവിൽ ഈ 2 മക്കളെയും നോക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഈ മകനുൾപ്പെടെ കൗൺസിലിംഗ് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. എത്രമാത്രം ഈ ഒരു മരണം, അതിൻ്റെ ആഘാതം ആ കുടുംബത്തിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർക്കും വലിയ ഞെട്ടലാണ്. കാരണം ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം പോലും വീട്ടിലുണ്ടായിരുന്ന വീട്ടുകാർക്കൊപ്പം സമയം ചെലവഴിച്ച മക്കൾക്ക് ഉമ്മ നൽകി ജോലിക്ക് വേണ്ടി ബ്രിട്ടനിലേക്ക് മടങ്ങിയ രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമാണിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അവരെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ കണ്ടിരിക്കാൻ സാധിക്കാത്ത അത്രമാത്രം ഒരു ദുർഘടം പിടിച്ച സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നു. പരമാവധി ആളുകൾ സ്കൂളിലെത്തി പൊതുദർശനം
സംസ്കാരത്തിൽ പങ്കെടുക്കണമെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും അറിയിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.